നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ത്രയം തുടർക്കഥ ഭാഗം 29. കേട്ടിട്ട് എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. നിനക്ക് എന്ന് തുടങ്ങി ഈ ഏർപ്പാട്? ഒരു ദേവഷിയുടെ വീട്ട്? ഛേ, ഞാൻ കേട്ടതൊക്കെ നേരാണോ? നിന്നോടാ ചോദിച്ചത് നന്ദാ. രത്നാകരൻ്റെ ശബ്ദം ഈ അടുത്തെങ്ങും ഇത്ര ഉച്ചത്തിൽ മുഴങ്ങിക്കേട്ടിട്ടില്ല. ഭൂമി മുറിയുടെ വാതിൽപ്പടിയിൽ ശബ്ദം കേട്ട് നിൽക്കുന്നുണ്ട്. അവളോട് മൈന കഥ കടിച്ച് അകത്തേക്ക് പോയിരിക്കാൻ പറഞ്ഞു. പെൺകുട്ടികൾ കേൾക്കാൻ പാടില്ലാത്ത വിഷയം ആണ് പോലും. കേട്ട് കുറച്ചൊക്കെ ഭൂമിയും. അച്ഛനേക്കാൾ മുന്നേ അറിയുന്ന സത്യങ്ങൾ, നേർക്കാഴ്ചകൾ, ചാച്ചു ഇടയ്ക്ക് പോകാറുള്ള തൻ്റെ മൊഴിയുടെ വീട്. കൂടുതൽ അറിയുമ്പോഴേക്കും മൈന പിടിച്ചു തന്നെ ഈ കൂട്ടിലടച്ചു. പുറത്ത് രത്നാകർ അലറി വിളിച്ചു നിൽക്കുന്നു. അവളുടെ വീട്ടിൽ ആണുങ്ങൾ പോകുന്നത് എന്തിനാണെന്ന് ഏട്ടൻ അറിയില്ലേ? പിന്നെ എന്തിനാ ഈ ചോദ്യം? തെറ്റ് ചെയ്തത് പോരാഞ്ഞിട്ട് ധിക്കാരം പറയുന്നു. എന്താ, നിനക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടായിരുന്നോ? ഏട്ടാ, വളച്ചു കെട്ടില്ലാതെ ഒന്ന് പറയാം. പോയി എനിക്ക് അവരോട് സഹതാപം തോന്നി, സ്നേഹം തോന്നി. അത് പിന്നെ അവർക്കൊരു ജീവിതം കൊടുക്കുന്ന തലത്തിലേക്ക് വളർന്നു നിൽക്കാം. ഞാൻ ശിവകാമിയെ കല്യാണം കഴിക്കാൻ പോവാം. നന്ദ പറഞ്ഞത് കേട്ട് ചണ്ഡികയും കസ്തൂരിയും മൂക്കത്ത് തിരൾപ്പിച്ചു. നന്ദ ഒരു വേശ്യയെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഓഹോ, അപ്പോൾ ഒരു വേശ്യയെ കല്യാണം കഴിക്കാനാണോ നീ കല്യാണമേ വേണ്ടേ എന്ന് പറഞ്ഞ് ഇത്ര കാലം നടന്നത്? നിന്റെ മണ്ടത്തരം ഇവിടെ വിളമ്പണ്ട. വേഗം എസ്റ്റേറ്റിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങൾ നോക്ക്. മണ്ടത്തരമോ? ഏട്ടൻ എന്തായി പറയണേ? കല്യാണം കഴിക്കുന്നത് മണ്ടത്തരമാണോ? അതൊക്കെ പോട്ടെ, ഏട്ടനപ്പോൾ ചെയ്യാൻ പോകുന്നത് മണ്ടത്തരല്ലേ? അതിനെന്ത് പേരാ? അങ്ങനെ വിളിച്ചാൽ പറ്റില്ല അല്ലേ? ഈ നിൽക്കുന്നവരൊക്കെ ആരാ? ചണ്ഡികയും കസ്തൂരിയെയും ചൂണ്ടിക്കാണിച്ച് നന്ദ തുടർന്നു. ഏട്ടൻ കെട്ടിക്കൊണ്ട് വന്നവർ. എന്നിട്ട് ഇതും പോരാണ്ട് ഒരു പാവം പെണ്ണിനെ അവളുടെ അപ്പന് കാശ് കൊടുത്ത് മയക്കി പ്രേരിപ്പിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നു. അതിനെന്താണ് പേര്? എടാ, നീ എന്നെ ചോദ്യം ചെയ്യുന്നു. ഭരിക്കാൻ നിൽക്കേണ്ട നീ. രത്നാകർ പിടിച്ചു വന്നു. രക്തം തിളച്ചു മറയുന്ന പ്രതിഥിയായിരുന്നു. കാര്യം പറയുമ്പോൾ തിളച്ചിട്ട് കാര്യമില്ല ഏട്ടാ. വെറും പൊട്ടത്തരാണ് ഈ കല്യാണം. ആ പെൺകുട്ടിയുടെ ശാപം ഉണ്ടാകും. ഒരു ചെല്ലമ്മാൾ. ആ വൃത്തികെട്ട സ്ത്രീയുടെ ഓരോ വട്ട് കേൾക്കാൻ കുറേ ഭ്രാന്തന്മാരും. ഇറങ്ങടാ അവിടെ നിന്ന്, രത്നാകർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. നന്ദയും അത് കേട്ട് ഞെട്ടി. എന്നെ ചോദ്യം ചെയ്യുന്നവർ ആരും ഇവിടെ വേണ്ട. ഞാൻ ശിവകാമിക്ക് ഒരു ജീവിതമാണ് കൊടുക്കുന്നത്. പക്ഷേ ഏട്ടൻ ചെയ്യുന്നത് ഒരു ജീവിതമല്ല. എത്ര ജീവിതങ്ങളാണ് നശിപ്പിച്ചു കളയുന്നത്? ഭൂമി മോൾ അവളുടെ കാര്യം ഓർത്തു നോക്ക്. ഒരു വേശ്യയെ കിട്ടുമ്പോൾ നിങ്ങൾ ആരോപിക്കുന്ന എൻ്റെ ബഹുമാനത്തേക്കാൾ നാണക്കേട് കാണും അവൾക്ക്. എത്ര പ്രായമുണ്ടാകും പെൺകുട്ടിക്ക്? മോളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഭാര്യയാക്കി പൊറുപ്പിച്ച് മക്കളെ ഉണ്ടാക്കി അതുകൊണ്ട് ധനം കുമിഞ്ഞു കൂട്ടി സൗഭാഗ്യം വന്നു ചേരും എന്ന അന്ധവിശ്വാസിയായ ഏട്ടനാ വിട്ടി. പെട്ടെന്ന് ഒരടി നന്ദയുടെ മുഖത്ത് വീണു. ഇനി നീയും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല. പൊയ്ക്കോ ഇവിടുന്ന്. ആരെ വേണമെങ്കിലും ഭാര്യയാക്കിക്കോ. പക്ഷേ ഞാൻ ആ പെണ്ണിനെ കെട്ട് പൊറുപ്പിക്കും, കൊച്ചിനുണ്ടാക്കും. പിന്നെ വരാൻ പോണത് കണ്ട് തെരുവിലലയുന്ന നിന്റെ കണ്ണ് മഞ്ഞളിക്കണം. പോ. ഇതെല്ലാം കണ്ട് ചണ്ഡികയും കസ്തൂരിയും മൈനയും ഭദ്രനും പകച്ചു. ഭൂമിക്ക് ചെറിയ തോതിൽ എല്ലാം കേൾക്കാൻ വരുന്നു. അവളത് കേട്ട് സങ്കടപ്പെട്ടു. ചാച്ചുവിനോട് ഇറങ്ങിപ്പോകാൻ പറയണം. ചാച്ചു പോകുമോ? കുറച്ചു കഴിഞ്ഞതും നന്ദ കൈയും വീശി പടി കടന്നിറങ്ങുന്നത് രത്നാകർ നോക്കി നിന്നു. ഉടുവസ്ത്രം മാത്രം നന്ദയ്ക്ക് സ്വന്തമെന്ന് പറയുവാനുണ്ട്. നന്ദ ഒന്നും അവകാശപ്പെട്ടില്ല. യുദ്ധം ഇപ്പോൾ വേണ്ട. ശിവകാമിയെ ഓർക്കുമ്പോൾ ഒന്നിനും നിൽക്കുന്നില്ല. അപ്പോൾ ത്രയത്തിൻ്റെ 29 ഭാഗം ഇവിടെ പൂർണ്ണമായി. ത്രയത്തിൻ്റെ അടുത്ത ഭാഗമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്. വീണ്ടും താങ്ക് യു.